കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു കേട്ടോ. നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ ആ ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഇന്ന് ആരായിട്ടാണ് ആ കളഭം കൊണ്ടുള്ള അലങ്കാരം, ഉച്ചപൂജ അലങ്കാരം ചെയ്തിരിക്കുന്നത്? ഏത് രൂപത്തിലാണ് ഭക്തന്മാരെ കാണാനായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ആ കിഴക്കേ വശത്തുള്ള ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ഗണേശനെ ഒന്ന് കണ്ട് സന്തോഷിപ്പിക്കാം. സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ഗുരുവായൂർക്ക്. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഗുരുവായൂർ ആ ഗോപുരവാതിൽ കടന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുമ്പോൾ ആദ്യം തന്നെ കാണാം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തു നിന്നുള്ള ആ തെളിച്ചമുള്ള പ്രകാശധാര. വളരെ മനോഹരമായിട്ട് അത് നമ്മളെ നയനങ്ങളിലേക്ക് എത്തും. അതിമനോഹരം ആണ് അത്. നമ്മളെ കണ്ണിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷമാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടേക്കൊന്ന് നോക്കി തൊഴുതു. അതിന് ശേഷം നമ്മൾ നേരെ ഇടത് വശത്തുള്ള മേൽപ്പത്തൂർ നാരായണീയം രചിച്ചിരുന്ന ആ പീഠം കണ്ട് തൊഴുതു. അതേപോലെ വലതേ വശത്ത് ആ ഒരു ആദ്യം കാണുന്ന തൂണ്, അത് നാരായണീയം രചിക്കുമ്പോൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത ആ ഒരു തൂണാണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത. അപ്പോൾ അതൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ അകത്തേക്ക് നോക്കി പോവുകയാണ്. അങ്ങനെ നോക്കി പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാം. നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ണിയാണ്. കാൽപാദങ്ങൾ, രണ്ട് കാൽത്തളകൾ, നല്ല വീതിയുള്ള കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ നല്ല പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോൾ മാറത്ത് നല്ലൊരു ഹാരം, പതക്കം പോലത്തെ ഒരു മാല, വളയം പോലത്തെ ഒരു മാല, അതുപോലെ നെക്ലസ് പോലത്തെ ഒരു മാല. അങ്ങനെ 3 മാലകളുണ്ട് സ്വർണത്തിൻ്റെ. പിന്നീട് നോക്കുമ്പോഴോ വലത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. ഓടക്കുഴലുകൊണ്ട് വേണുഗാനം പൊഴിക്കുകയാണ് ആൾ. വേണുഗാനം പൊഴിക്കുക മാത്രമല്ല കേട്ടോ, ഇടത്തെ കയ്യിൽ നിന്ന് ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ പൊന്തിച്ച് നിർത്തിയെണ്ണാണ്, താങ്ങി നിർത്തിയെണ്ണ. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. ചൂണ്ടുവിരലിൽ ആണ് ഈ ലോകം മുഴുവൻ എന്ന് പറയുന്ന തരത്തിൽ കളഭം കൊണ്ടിങ്ങനെ ഗോവർദ്ധനഗിരീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ വൃക്ഷങ്ങൾ ആയിട്ട് വന്നത് തുളസിയുടെ നാക്കുകളാണ്. ആ തുളസിയുടെ നാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തോന്നുക ആ ഗോവർദ്ധനഗിരിയിലുള്ള പർവ്വത ശിഖരത്തിലുള്ള വൃക്ഷലതാദികളാണ്. അങ്ങനെ അത് കണ്ട് അതിങ്ങനെ പിടിച്ചു നിർത്തി. ഗോപന്മാരെ പോലെ ആണ്, ആ ഗോപന്മാരെടുക്കുന്ന പോലത്തെ വസ്ത്രമാണെന്ന് ഞൊറിഞ്ഞെടുത്തിട്ടുള്ളത്. ആ ഗോവർദ്ധനധാരിയായിട്ടാണ് ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മളെ എല്ലാവരെയും കാണിക്കാൻ. എല്ലാം നിസ്സാരമാണ്, ഒന്നും ശാശ്വതമല്ല എന്ന് ഭഗവാൻ നമ്മളെ ബോധിപ്പിക്കുകയാണ്. എല്ലാം മായയാണ്, ഇതൊന്നും ശാശ്വതമല്ല, എല്ലാം അനശ്വരമല്ല, നശ്വരമാണ്, എല്ലാം നശിക്കുന്നതാണ് എന്നുള്ള ആ ഒരു കാഴ്ച നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാശുണ്ടാക്കാനായിട്ട്, കാശ് വേണം ജീവിക്കാൻ, കാശുണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണു ആളുകൾ, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകൾ, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ എല്ലാം ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. എല്ലാവരും ഈ ഭൂമിയിൽ തന്നെയാണ്. വീണ്ടും പിറക്കുന്നു, വീണ്ടും പുറവിടക്കുന്നു. പലരും പല ഇതിൽ പറയും 7ാമത്തെ ഇതാണ് മനുഷ്യജന്മം കിട്ടുക എന്നൊക്കെ. പക്ഷെ ഇതൊന്നല്ല. എന്തു തന്നെ ആയാലും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവുന്നു, ഇവിടെ തന്നെ എരിഞ്ഞകടങ്ങുന്നു, വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവുന്നു. അതിങ്ങനെ ഗീതയിൽ പറയുന്ന പോലെ വസ്ത്രം പഴയത് ഉപേക്ഷിച്ചിട്ടു പുത്തൻ ധരിപ്പതുപോലെയത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം.
ആരെയും ആത്മാവ് കൊല്ലുകില്ല, ആരാലും കൊല്ലപ്പെടുകയുമില്ല എന്നുള്ള ഓരോ ഗീതാവചനങ്ങളും അത്യധികം ഭഗവത് സത്തുകളാണ്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ കർമ്മങ്ങളുള്ളതാണ്. എന്നിട്ട് നമ്മൾ തല്ലുകൂടുകയാണ് ദിവസവും നിത്യേന ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടേ. എന്തായാലും നമുക്ക് ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം കണ്ടില്ലേ, ആ ഗോവർദ്ധനധാരീനെ കണ്ടു, മനസ്സ് നിറഞ്ഞു, പ്രാർത്ഥിച്ചോളൂ. അതേപോലെ ആ തിരുമുടിമാല, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് തന്നെ പീലി ചാർത്തിയിട്ടുണ്ട്, പീലി തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്, 2 പീലി തിരുമുടികളുണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതുപോലെ 2 ഉണ്ടമാലകളുണ്ട്, തെച്ചിയും തുളസിയും താമരയായിട്ടുള്ളതൊന്നും, തുളസിയും താമരയും തെച്ചിയായിട്ടുള്ള ഒന്നും. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. എന്താ പറയുക, ഒന്നിനോടൊന്ന് വെച്ചാണ് ഇന്ന് കൂടുതൽ കണ്ണനും ഉണ്ട്, നല്ല തണ്ട്. അതേപോലെ ഗോവർദ്ധനഗിരി ഉണ്ട്. വളരെ കാണാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിലാണ്, ശ്രീലകത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കും. അങ്ങനെ നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലേക്ക്, ബലി തൂവുന്ന അഗ്നികോണിലേക്ക് ഒന്ന് നോക്കി തൊഴുതു. അങ്ങനെ ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുതു. ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതുമായ തിടപ്പള്ളിയാണ്. വളരെ പവിത്രമായ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നോക്കി തൊഴുതു. സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. അങ്ങനെ വരുന്ന സമയത്ത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വീണ്ടും വന്നു. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുതു. അതിനുശേഷം നമ്മളിങ്ങനെ പോരുമ്പോൾ ആ ചെറിയ ഗണപതീനെ കാണാം. ഒന്ന് തൊട്ട് തലയോടിയിട്ട് പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. പിന്നെ മേൽശാന്തിയുടെ അവിടെ വന്നിട്ട് പ്രസാദമൊക്കെ വാങ്ങാം. ഇനിയിപ്പോൾ ഈ മേൽശാന്തി ഇപ്പോൾ ഏപ്രിൽ ആദ്യം വരെ, അതായത് മെയ് ലാസ്റ്റ് വരെ ഉള്ളൂ. ഏപ്രിൽ പുതിയ മേൽശാന്തിയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊഴുത് നമ്മൾ വീണ്ടും അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അതേപോലെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് പലരും ശ്രീകോവിലിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നമസ്കരിക്കാനൊക്കെ ശ്രമിക്കുന്നത് കാണാം. പക്ഷെ അവിടെ നമസ്കരിക്കാൻ നിൽക്കരുത്. ആളുകൾ ചവിട്ടി വീഴും. നമുക്ക് ചവിട്ടും കിട്ടും, മറ്റുള്ള ആളുകൾ വീഴുകയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പലരും ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാം. അവർ സമ്മതിക്കൊന്നുമില്ല. എന്നാലും നമുക്ക് ഈ ശ്രീകോവിലിൻ്റെ പുറകുവശത്താണെങ്കിൽ ആരും തടസ്സപ്പെടുത്തില്ലേ. നമുക്ക് സുഖമായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ തൊഴുതു. അങ്ങനെ നമ്മൾ വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ണനെയൊക്കെ കണ്ടു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുകയാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യ വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഓവ് കഴിഞ്ഞാൽ പടിഞ്ഞാട്ടേക്ക് ഇങ്ങോട്ട് പോരുന്ന വഴി നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ പുറത്തുനിന്നും വടക്കേ നടയുന്നും കാണാം കേട്ടോ. പക്ഷെ അവിടെ നിന്ന് അധികം കാണാൻ ശ്രമിക്കരുത്. മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തീരെ കണ്ടില്ലെങ്കിൽ മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഗ്രില്ലിൻ്റെ അവിടെ പോയിട്ട് മണിക്കിണർ നോക്കി തൊഴാം. നൃത്താറയിലേക്ക് നോക്കിയിട്ട് തൊഴാം. പിന്നെ വീണ്ടും വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ട വിഗ്രഹവും
ആ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ചന്ദനവും തീർത്ഥമൊക്കെ കിട്ടും. വാങ്ങി വീണ്ടും നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു പ്രാർത്ഥിച്ചു. അമ്മ വളരെ സുന്ദരിയായിട്ട് ഭക്തരെ എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മൾ കുറച്ചിങ്ങോട്ട് പോരുമ്പോൾ ആ കോർണറിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂരിൽ പോയ അനുഭൂതി നമുക്കുണ്ടാവും. മമ്മിയൂരപ്പൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി ഇങ്ങനെ വരിക. ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നാൽ നേരെ ഒന്ന് അകത്തേക്ക് പോയി നോക്കിയിട്ട് ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് വീണ്ടും നമ്മൾ ആ ഗോവർദ്ധന ഗിരിധാരിയെ കണ്ട് തൊഴാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ തൊഴുതു. വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നു. അവിടെ നിന്ന് തൊഴുതു. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. അങ്ങനെ കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം. അതുപോലെ ഒന്ന് പുറകിലേക്ക് ഇറങ്ങി നിന്നാൽ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം, കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഇന്നത്തെ ഉച്ചപൂജ കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.